ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് വൈപ്പിൻകരയിൽ പുതുവൈപ്പിൽ ബീച്ച് ടൂറിസം മേള നടക്കണതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ഓട്ടോനാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റത്തെ ദൂരമുള്ളൂ പുതുവൈപ്പ് ബീച്ചിലേക്ക്. അതല്ല, നടക്കാനാണെങ്കിൽ ഞങ്ങൾക്കൊരു അരമണിക്കൂറത്തെ നടപ്പേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് ബീച്ചിലേക്ക് കുറച്ച് നടപ്പുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 5 മിനിറ്റത്തെ നടപ്പുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓരോരുത്തർ കാണുന്നവരാരൊക്കെയാണ് അവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ടൂറിസം മേള നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ കടകളൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കടകൾ സൈഡിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടകളിലൊന്നും ഞങ്ങൾ കയറാൻ നിന്നില്ല, നേരെ തന്നെ നടന്ന് അങ്ങോട്ട് പോണേണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഒരുവിധം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ടൂറിസം മേള നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് നടക്കുന്ന ഒരു ടൂറിസം മേളയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയ കാഴ്ചകളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നെത്തി. ടോയ്സിൻ്റെയൊക്കെ കടകളൊക്കെ സൈഡിലുണ്ട്. പിള്ളേരെ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പിള്ളേർക്ക് ഒരെണ്ണം മേടിച്ച് കൊടുത്താലൊന്നും മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ കടയിലൊന്നും കയറിയില്ല, നേരെ തന്നെ നടക്കണേണ്. നടന്നിട്ട് സൈഡിലുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് അവിടെ എത്തിയതേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്നിട്ട് എങ്ങോട്ടേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കണേണ്. അപ്പോൾ പിന്നെ ഈ കൊല്ലം ഒന്നിലും അങ്ങനെ ഞങ്ങൾ കയറിയില്ല. കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒട്ടുമിക്ക ഇതിലും കയറിയതാണ്. കാരണം ഇക്കൊല്ലം അങ്ങനെ ഒന്നിലും കയറിയില്ല. കയറാത്തതിൻ്റെ കാരണം എന്താണെന്ന് വഴിയേ പറയാം. ഓക്കെ. മേടിക്കണേല ഇതിങ്ങനെ എറിയണം.
എറിയുമ്പോ ആ റൗണ്ടിൽ ചെന്ന് വീഴണം. അങ്ങനെ ഞങ്ങൾ തോറ്റു പിന്മാറി ഗൈസ്. ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കൊല്ലം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയാണ് പോയത്. പിന്നെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കുമല്ലോ. അത് കാരണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഗെയിം കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതെന്താണ് അത് ഇനി വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ചെന്നത്. അപ്പോൾ അവിടെ 3 ബോൾ എറിഞ്ഞ് നമ്മൾ ആ നിരത്തി വെച്ചേക്കണ ഗ്ലാസ് ഫുള്ള് എറിഞ്ഞ് കളയണം. അപ്പോൾ 3 ബോളേ ഉള്ളൂ. ഇനി അടുത്ത 50 രൂപ കൊണ്ട് കളയാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും നേരെ വിട്ടു ഗൈസ്. വെറുതെ എന്തിനാണ് അവിടെ നിന്ന് സമയം കളയണമെന്ന് കരുതി ഞങ്ങൾ നേരെ കടപ്പുറത്തേക്ക് അങ്ങനെ ബീച്ചിൻ്റെ സ്ഥലത്തേക്ക് പോണേണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. അവിടെ ചെന്നിരുന്നിട്ട് ഫുഡ് മേടിക്കാൻ പോകണോ, ഫുഡ് മേടിച്ചിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകണോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോയപ്പോൾ ഇത്രയും അങ്ങനെ ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ.
ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മൾ വെയിലാറുന്ന സമയം അനുസരിച്ചാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കുതിരനെ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒട്ടകവും കുതിരയും ഉണ്ടായിരുന്നു. ഇക്കൊല്ലം കുതിര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ കുതിര വരുമോ ഒട്ടകം വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുതിര സവാരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെന്നാൽ നമുക്ക് ഭക്ഷണം മേടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ മുളക് ബജിയും കായ ബജിയും പിന്നെ പോപ്കോൺ അങ്ങനെ പിന്നെ ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈഡിലേക്ക് പാവ് ബജി പിന്നെ എന്നിട്ടാണ് നമ്മുടെ ഹിന്ദിക്കാരുടെ മെയിൻ ഭക്ഷണമായ പാനിപൂരി ബേൽപൂരി അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ കപ്പയും പൊട്ടിയും അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് ഉള്ളിവട മേടിച്ചു. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് കോളിഫ്ലവർ മേടിച്ചായിരുന്നു. കോളിഫ്ലവർ പിന്നെ മുട്ട ബജി അങ്ങനെ ഓരോ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചായിരുന്നു. അത് ബീച്ചിൻ്റെ അരികത്ത് പോയിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞാണ് മേടിച്ചത്. പക്ഷേ അതപ്പോൾ അവിടെ വെച്ച് തന്നെ ഓരോരുത്തർ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിനരികത്തെത്തി. അപ്പോൾ ഫുഡൊക്കെ മേടിച്ചത് ബീച്ചിൽ കടൽ തീരത്ത് വന്നിരുന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ബീച്ചിൻ്റെ അരികത്തെത്തി കഴിഞ്ഞ് പിള്ളേർ കളിക്കാനായിട്ട് റെഡിയായി അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളൊന്നിലും അങ്ങനെയൊന്നും കയറിയില്ല. കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാൻ താല്പര്യത്തോടെ വന്നതാണ്. അപ്പോൾ അത് കാരണം പിള്ളേരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് കരുതി ഞങ്ങൾ വന്ന് സ്ഥലം കിട്ടിയതനുസരിച്ച് ഞങ്ങളവിടെ നിന്നു. അപ്പോൾ കുട്ടികളൊക്കെ പാൻറ്റൊക്കെ മടക്കി വെച്ച് നേരെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ ബീച്ചിൽ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. അങ്ങനെ പിള്ളേർ ഓരോരുത്തരായിട്ട് ഇറങ്ങി. അപ്പോൾ അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര വെയിറ്റ് ഇട്ടൊക്കെ നിൽക്കണമായിരുന്നു കേട്ടോ. ഞാൻ വരുന്നില്ല, അവിടെ നിറച്ച ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെയിറ്റ് ഇട്ട് നിൽക്കണമായിരുന്നു. ആ ആൾ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോട്ടോ നിങ്ങൾ എന്താണ് കാണിക്കണേ എന്നുള്ളത്.
പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേള അങ്ങനെ അങ്ങനെ 8 മണിയായി. വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ട് നേരം പോയതൊന്നും അറിഞ്ഞില്ല. ഞാനും നാത്തൂരും അവിടെ വെള്ളത്തിലോട്ടൊന്നും അധികം ഇറങ്ങിയില്ല. പിള്ളേർ കളിച്ച് ശരീരാവാസമെല്ലാം തല വരെ വെള്ളം വരുന്നു. അങ്ങനെ മണ്ണും വെള്ളമൊക്കെ ആയിട്ട് നേരെ 4-നെയും പൊക്കിയെടുത്ത് അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോണേണ്. അപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല, കാരണം അത് തുടങ്ങാൻ ഇനിയും സമയമെടുക്കും. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോണേണ്. അപ്പോൾ ബാക്കി പുറകെ കാണാട്ടോ. സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് പുതുവൈ ജനകീയ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഒരുക്കുന്ന പുതുവൈ ബീച്ച് ടൂറിസം മേളയിൽ ഇനി നമുക്കായി ഗാനം ആലപിക്കാൻ വരുന്ന മറ്റാരുമല്ല, യേശുദാസിന്റെ സ്വരമാധുരി. അങ്ങനെയൊക്കെ പിന്നെ ഓട്ടോയിൽ പെറുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോണേണ്. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൂറിസം മേള നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഐസ്ക്രീം മേടിച്ചില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി നേരെ കടയിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ടൂറിസം മേള നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഇട്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എന്നാലേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.